മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചന: സൂര്യൻ്റെ പ്രതിബിംബം തയ്യാറാക്കാനായി വൃത്തം വരച്ച് നിറം നൽകിയ ശേഷം അനുയോജ്യമായ രീതിയിൽ ബ്ലർ നൽകുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ X10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി SVG ഫയലായി സേവ് ചെയ്യുക. Create an image as shown in the model using Inkscape software. Hint: Draw a circle to prepare the reflection of the sun and color it. Then blur it accordingly. Save the image as SVG file to X10 folder in Home with your register number _ question number as the file name. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ആദ്യം റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. വേണ്ട തരത്തിൽ ക്രമീകരിച്ച് വെക്കുക. ഇതിന് ഗ്രേഡിയൻ്റ് നിറം കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിൽ എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ലീനിയർ ഗ്രേഡിയൻ്റ് എന്നത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന ടൂളുകളിൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻ്റ് എന്നൊരു ടൂളുണ്ട്, അതുകൂടി സെലക്ട് ചെയ്യുന്നു. ഇതിന് ആവശ്യമായ നിറങ്ങൾ നൽകുകയാണ് അടുത്ത പണി. അതിന് ഇടതുഭാഗത്ത് ഇവിടെയുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് അതിനാവശ്യമായ നിറം നൽകുന്നു. കളർ പാലറ്റിൽ നിന്ന് അതനുസരിച്ചൊരു നിറം നൽകുന്നു. ഇനി വലതുഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിന് വേണ്ട നിറവും കളർ പാലറ്റിൽ നിന്ന് നൽകുന്നു. ഇനി ഇടതുഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അതുപോലെ വലതുഭാഗത്തെ നോഡിൽ ക്ലിക്ക് ചെയ്ത് അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇനി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിനിവിടെ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റിന് നീല നിറം കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണ്ട തരത്തിൽ ആ നിറത്തെ ക്രമീകരിക്കാൻ കഴിയും. ഇനി ഇതിനെ താഴേക്ക് കൊണ്ടുപോകണം. അതിന് ഡൗൺ ആരോ കീ ഉപയോഗിക്കാം. ഡൗൺ ആരോ കീ ഉപയോഗിച്ചാൽ കൃത്യമായി ഇതുപോലെ താഴേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അടുത്തതായി സൂര്യനെ വരയ്ക്കുവാൻ വേണ്ടി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു വൃത്തം വരയ്ക്കുന്നു. കളർ പാലറ്റിൽ നിന്നും അതിനാവശ്യമായ നിറം തിരഞ്ഞെടുക്കുന്നു. സൂര്യൻ്റെ സ്ഥാനം ക്രമീകരിച്ച് വെക്കുന്നു. സൂര്യനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു വൃത്തം കൂടി വരയ്ക്കണം. അതിനായി വീണ്ടും സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇതുപോലൊരു വൃത്തം വരയ്ക്കുന്നു. ഇനി ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഇവിടെ നിന്നും ബ്ലർ ഇഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ബ്ലർ എമൗണ്ട് ഇതുപോലെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ക്രമീകരണങ്ങൾ നടത്തുന്നു. ചിത്രം പൂർത്തിയായി കഴിഞ്ഞു. ഇത് നമുക്കിനി സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു. .svg എന്ന ഫോമാറ്റിലാണ് സേവ് ചെയ്യപ്പെടുന്നത്. X10 സേവ് ചെയ്യുന്നതിനായി അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ രജിസ്റ്റർ നമ്പർ പ്രകാരം സേവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു.